ITI കോഴ്സും ഡിപ്ലോമ കോഴ്സും എസ്പെഷ്യലി പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ലിറ്റിൽ ഡ്രീം 7180 എന്ന അക്കൗണ്ടിൽ നിന്നും ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയും ഇത് തന്നെയാണ്. സോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി മനസ്സിലാക്കേണ്ടത് 3 ബ്രോഡർ ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അതായത് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഹാൻഡ്സ് ഓൺ വർക്ക് എക്സ്പീരിയൻസ് ആണോ, അതല്ല എ കോമ്പിനേഷൻ ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ് ആണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം ഇമ്മീഡിയറ്റ് എംപ്ലോയ്മെൻറ്റ് ഉടനെയുള്ള ജോബാണോ, അതല്ല ജോബിനോടൊപ്പം ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ. മൂന്നാമത്തെ ചോദ്യം ഏതെങ്കിലും സ്പെസിഫിക് ട്രേഡിലേക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നേടി റെഡി ജോബിലേക്ക് പോകാനാണോ താല്പര്യം, അതല്ല ജോബിനോടൊപ്പം ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാൻസും നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കാം ക്വസ്റ്റ്യനുള്ള ആൻസറുകളിൽ കൂടി. ആദ്യം തന്നെ നമുക്ക് ഡ്യൂറേഷൻ നോക്കാം. ITI കോഴ്സുകളുടെ ഡ്യൂറേഷൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്ന ഈ കോഴ്സുകളുടെ ഡ്യൂറേഷൻ 6 മാസം മുതൽ 2 വർഷം വരെയാണ്. പക്ഷേ ഡിപ്ലോമ കോഴ്സുകളുടെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ 3 വർഷം വരെ നീണ്ടു നിൽക്കുന്നു. പിന്നെയുള്ളത് ഫോക്കസ് ആണ്. ITI കോഴ്സുകളുടെ മെയിൻ ഫോക്കസ് എന്നുള്ളത് ഇൻറ്റൻസ് ആയിട്ടുള്ള ഹാൻഡ്സ് ഓൺ ട്രേഡ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഏതെങ്കിലും പർട്ടിക്കുലർ ട്രേഡിലേക്ക് ഹാൻഡ്സ് ഓൺ സ്കിൽ ലഭിക്കുന്ന കോഴ്സുകളാണ് ITI കോഴ്സുകൾ. അത് ഇലക്ട്രീഷ്യൻ ആകാം, വെൽഡർ ആകാം, ഫിറ്റിംഗ് ആകാം, ഏത് ഫീൽഡിലേക്കും ആകാം. ഡിപ്ലോമയാണെങ്കിൽ ബാലൻസ്ഡ് അപ്രോച്ചാണ്, തിയറിയും അതോടൊപ്പം പ്രാക്ടിക്കലും ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. സോ അത് എൻജിനീയറിംഗ് ഏത് ഫീൽഡ് എടുത്താലും, സിവിൽ ആയാലും മെക്ക് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും ബയോടെക്നോളജി എടുത്താലും എല്ലാ ഫീൽഡിലും നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെയുള്ളത് സ്കോപ്പിൻ്റെ കാര്യമാണ്. ITI കോഴ്സുകൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നത് എൻട്രി ലെവൽ ജോബിലേക്കാണ്. എസ്പെഷ്യലി ഹാൻഡ്സ് ഓൺ കോർ സ്പെസിഫിക് ഇൻഡസ്ട്രിയിലുള്ള ജോബുകളാണ് ITI പഠിച്ച കൂട്ടുകാർക്ക് ലഭിക്കുന്നത്. ഡിപ്ലോമ കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നു. അതായത് ജൂനിയർ എഞ്ചിനീയർ ലെവൽ, അതിനുശേഷം നിങ്ങൾക്ക് BTech പോലുള്ള കോഴ്സുകളിലേക്ക്, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾക്ക് ലാറ്ററൽ എൻട്രി വഴിയും അഡ്മിഷൻ നേടിയെടുക്കാൻ പറ്റും. അടുത്തത് നമുക്ക് റെക്കഗ്നേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്ന കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ്സ് എന്നുള്ളത് വേരിയസ് സ്കിൽഡ് ട്രേഡ് ജോബ്സിന്, നമ്മുടെ രാജ്യത്തുള്ള ഡിഫറെൻറ്റ് സ്കിൽഡ് ട്രേഡ് ജോബ്സിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഡിപ്ലോമ കോഴ്സുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ജോബിലേക്കുള്ള ജൂനിയർ ലെവൽ എഞ്ചിനീയറിംഗ് പൊസിഷൻ മുതൽ സൂപ്പർവൈസറി പൊസിഷൻ വരെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നൽകുന്നു. അതോടൊപ്പം ഹയർ എഡ്യൂക്കേഷൻ ഗ്രാജുവേഷൻ എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് ചെയ്യാനുള്ള അവസരവും ലഭിക്കും. നമുക്ക് എലിജിബിലിറ്റിയുടെ കാര്യത്തിൽ പോകാം. അതായത് ഈ ITI കോഴ്സ് ആയാലും ഡിപ്ലോമ കോഴ്സ് ആയാലും പഠിക്കാൻ എന്താണ് ബേസിക് എലിജിബിലിറ്റി എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് എന്നുള്ളത്. സോ ITI ആയാലും ഡിപ്ലോമ ആയാലും 10th ആണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ITIക്ക് എസ്പെഷ്യലി 10th കഴിഞ്ഞാൽ ഇനഫാണ്, നിങ്ങൾക്ക് കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിപ്ലോമ കോഴ്സിലേക്കും 10th കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെങ്കിലും അതിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ പലതും അഡ്വാൻസ്ഡ് മോഡായത് കൊണ്ട് തന്നെ പൊതുവെ +2 പഠിച്ച കൂട്ടുകാരാണ് ഡിപ്ലോമ പഠിക്കാൻ പോകുന്നത് ഇൻ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്നുള്ളത് +2 കഴിഞ്ഞ് നല്ലത് BTech എടുക്കുകയാണ്, 10th കഴിഞ്ഞാൽ നല്ലത് പോളിടെക്നിക് ഡിപ്ലോമ എടുക്കുന്നത് എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ITIയും ഡിപ്ലോമ കോഴ്സുകളും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.